ശ്രീനിവാസൻ സാറ് പറഞ്ഞ പോലെ കാക്കിക്കുള്ളിലെ കലാകാരൻ കലാഹൃദയം, ആ ഒരു കലാകാരനെയും കലാഹൃദയത്തെയൊക്കെ മലയാളി ഏറ്റെടുത്തിട്ട് കുറച്ച് നാളുകളാകുന്നുണ്ട്. പോലീസ് യൂണിഫോമിൽ നിന്ന് സിനിമയുടെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തിയ ഒരാളാണ് ഇന്ന് എനിക്കൊപ്പം ലീഡേഴ്സ് മോർണിംഗിലുള്ളത്. മോഹൻലാലിൻ്റെ മകൻ പ്രണവിനൊപ്പവും മകൾ വിസ്മയ്ക്കൊപ്പവും വ്യത്യസ്ത കഥാപാത്രങ്ങളായി എത്തിയ ശ്രീ ജിപിൻ ഗോപിനാഥാണ് ഇന്ന് എനിക്കൊപ്പം. ഒരേ കുടുംബത്തിലെ സഹോദരങ്ങളായ പ്രണവിൻ്റെയും വിസ്മയുടെയും സിനിമകളിൽ അഭിനയിക്കാനുള്ള അപൂർവ അവസരം, അത് രണ്ടിലും തികച്ചും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ. അപ്പോൾ പോച്ചയിൽ നിന്ന് തുടക്കത്തിലെ ബൈജുവിലേക്കുള്ള യാത്ര, ഇതാണ് നമുക്കിനി നേരിട്ട് ജിപിൻ ഗോപിനാഥിനോട് ചോദിക്കേണ്ടത്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ് ശ്രീ ജിപിൻ ഗോപിനാഥ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഹലോ. ഹലോ, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ടിരിക്കുന്നു. നല്ലതാണ്. ഓക്കെ, ഇപ്പൊ തുടക്കം തന്നെ ആയിരിക്കും ഏറ്റവും വലിയ വിശേഷം. ജിപിൻ ചേട്ടാ, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. എന്താ പ്രേക്ഷകർ എന്താ പറയണേ? അയ്യോ, ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം ഈ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ പ്രണവിനോടൊപ്പം നല്ലൊരു ക്യാരക്ടർ, പുള്ളിയെ സഹായിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു സിനിമയിൽ ഉടനീളം ഉണ്ടായിരുന്നത്. ഇപ്പൊ അനിയത്തി വിസ്മയോടൊപ്പം, പക്ഷെ വിസ്മയ്ക്ക് നല്ല പണിയെടുക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് ആൾക്കാർ സ്വീകരിച്ചതിന്റെ ഒരു സന്തോഷമുണ്ട്. അത് തന്നെയാണ് ഏറ്റവും നല്ല വിശേഷം. ഓക്കെ, ഇപ്പം വിസ്മയുടെ അഭിനയം അത് ഇപ്പം ഒരു തുടക്കക്കാരിയാണ് എന്നൊരു തോന്നലൊന്നുമില്ല, ഭയങ്കര രസമായിട്ട് വിസ്മയ ചെയ്തിട്ടുണ്ട്. അപ്പം എങ്ങനെയായിരുന്നു വിസ്മയുമായിട്ടുള്ള ഒരു ഷൂട്ടിംഗ് അനുഭവം? അയ്യോ, ഞാൻ പറഞ്ഞില്ലേ, പ്രണവ് എങ്ങനെയാണോ അതിന്റെ ഒരു വേറൊരു വേർഷൻ. സ്വഭാവത്തിലൊന്നും വ്യത്യാസമൊന്നുമില്ല. എല്ലാവരെയും ഭയങ്കര കൂളായിട്ട് ഡീൽ ചെയ്യുന്ന ഭയങ്കര ഒരു പാവ ഒരു കുഞ്ഞ്, അത്രേ ഉള്ളൂ. അപ്പൊ അവർക്ക് വേറെ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഒന്നും ഞാൻ കണ്ടില്ല. നമ്മള് അവരെ സ്പെഷ്യാലിറ്റിയിൽ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് അവർക്കുള്ളതെന്നാണ് എനിക്ക് ഈ രണ്ടുപേരിലും എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർ സാധാരണക്കാരെ തന്നെയാണ്, പ്രത്യേകിച്ച് നമുക്കങ്ങനെ പെട്ടെന്ന് നമുക്ക് തന്നെ അത് മനസ്സിലാവും. ജിപിൻ ചേട്ടാ, ഇതിലെ നമ്മൾ പറയുമ്പോഴത്തേന് ഇതൊരു ഫാമിലി മൂവി കൂടിയാണ്. ഇപ്പം കാരണം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മോഹൻലാൽ സാർ, ലാലേട്ടൻ, ആന്റണി ചേട്ടൻ, വിസ്മയ, ജോ, അപ്പം അതിൻ്റെയൊക്കെ ഒരു ഫാമിലി മൂവിയുടെ കൂടെ ഭാഗമാകുമ്പോഴത്തേനും അത് ഇപ്പം ഞാൻ സ്പോയിലർ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അങ്ങനെയുള്ള സീനുകൾ പോലും അതിനകത്തുണ്ട്. ഇവരെല്ലാവരും ഒക്കെ വരുന്ന സീന് പോലും ഉണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായപ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു അനുഭവം? അല്ല, ഞാൻ പറഞ്ഞില്ല, അത് ഒരു രസകരമാണ്. നമ്മുടെ ജൂഡ് സാറ് കൃത്യമായിട്ട് നമുക്ക് ക്യാരക്ടർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് തുടക്കം മുതലേ. അപ്പൊ അതിനനുസരിച്ചിട്ട് ഇവരെ കൂടെ നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ജോ ആയാലും ജോക്കുട്ടനായാലും അവർ ഗംഭീര ആർട്ടിസ്റ്റാണ്. ഇപ്പൊ മായ ആയാലും ജോക്കുട്ടനായാലും ഗംഭീരമായിട്ട് അവര് ആദ്യ സിനിമയാണെന്നുള്ളൊരു ഒരു പകച്ചു പോകുന്ന ഒരു പരിപാടി അവരുടെ അഭിനയത്തിലുണ്ടായിരുന്നില്ല. അവർ വളരെ കൂളായിട്ട്, കാര്യം ഇവർ രണ്ടുപേരും ജനിച്ചതേ വളർന്നതേ സിനിമയ്ക്കകത്താണ്. ഇവർക്ക് സിനിമ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. ബാക്കി ഇനി അങ്ങോട്ടുള്ള കാര്യമൊക്കെ ഇനി ഭാവിയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാം. പക്ഷെ തുടക്കക്കാരെന്നുള്ള നിലയ്ക്ക് രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ട് നമ്മളൊക്കെ ഒരുമിച്ച് വളരെ കൂളായിട്ട് നടന്നു പോയൊരു സംഭവമായിരുന്നു തുടക്കം. ഓക്കെ, ഇപ്പൊ നമ്മള് വിസ്മയുടെയും അതേപോലെ ജോയിന്റെ ഒക്കെ വിശേഷങ്ങൾ പറഞ്ഞു. പക്ഷേ ഇതിൽ ഇപ്പം റിയൽ ലൈഫിൽ എന്ന് പറയുമ്പോഴത്തേക്കും ജിപിൻ ചേട്ടൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. തുടക്കത്തിൽ പോലീസുകാരനെയാണ് അവതരിപ്പിക്കുന്നത്, അതും വെറുപ്പിക്കൽ അറ്റ് ദ പീക്കാണ്. അതിൽ ഒരു രക്ഷയില്ല. അപ്പോൾ ഒരു പോലീസുകാരൻ, റിയൽ ലൈഫിൽ ഒരു പോലീസുകാരൻ ഇങ്ങനത്തെ ഒരു റോൾ ചെയ്യുമ്പോഴത്തേക്ക് അത് എന്തെങ്കിലുമൊക്കെ ചലഞ്ചിങ് ഉണ്ടായിരുന്നു അതിൽ? ചലഞ്ചിങ് എന്നല്ല, ഇപ്പൊ ഏത് ക്യാരക്ടർ ആയാലും, ഇപ്പൊ ഞാൻ DSCറിയിലെ ഒരു മധുസൂദനം പോറ്റി എന്നുള്ള ക്യാരക്ടർ ചെയ്യുമ്പോൾ ഞാൻ ഒരു പോറ്റിയല്ല. എനിക്കറിയില്ല പോറ്റുകാരെന്താണ് ചെയ്യണം. നമുക്ക് പരിചയമുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ രാഹുൽ എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ എന്റേതായിട്ടുള്ള രീതിയിൽ ചെയ്താണ് അത് അങ്ങനെ ആയത്. ഇപ്പൊ ഇതിൽ വന്നപ്പോഴത്തേക്ക് ജൂഡ് സാറ് കൃത്യമായിട്ടും ഈ ഒരു ക്യാരക്ടർ എന്താണ് എന്നോട് പറഞ്ഞു. എന്നോട് ആദ്യമേ മുമ്പ് പരിചയപ്പെടുന്ന സമയം തൊട്ടേ എന്നോട് പറഞ്ഞത്, നിങ്ങളെ ഒരു സാധാ ഒരു പോലീസുകാരനായിട്ട് ഞാൻ ഒരു പടത്തിലേക്ക് വിളിക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ 2018 എന്നുള്ള സിനിമ നല്ല വേഷം തന്നു. അപ്പൊ ഇതില് എന്തോ പറഞ്ഞു, ഇതിലൊരു പോലീസ് ക്യാരക്ടറാണ്, പക്ഷെ ഇതൊരു സാധാരണ പോലീസുകാരനല്ല, അതിൽ നിങ്ങൾക്കായിട്ട് പെർഫോം ചെയ്തൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ് തന്നെയാണ് ഞാൻ പടത്തിലേക്ക് വിളിച്ചത്. എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഫ്രസ്ട്രേഷൻ തീർക്കുന്ന കുറെ പോലീസിലും അല്ലാതെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ഈ ഓരോ സാഹചര്യങ്ങളാണ്, ഓരോരുത്തരുടെ സ്വഭാവമാണ്. നമുക്കത് അങ്ങനെ പ്രത്യേകിച്ച് ഒരാളായിരുന്നു എടുത്ത് പറയാൻ പറ്റില്ല. എങ്ങനെയായിരുന്നു ഇപ്പൊ ജൂഡുമായിട്ടുള്ള രണ്ടാമത്തെ സിനിമയാണ്, അപ്പം സംവിധായകനുമായിട്ടുള്ള ഒരു എങ്ങനെയായിരുന്നു ഈ ഒരു സിനിമയിൽ മുഴുവൻ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. കാര്യം നമുക്ക് ഭയങ്കര കൃത്യമായ ധാരണയുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം എന്താണ് ഒരു ക്യാരക്ടറിൽ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സിനിമയിൽ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് ആ ആർട്ടിസ്റ്റിന്
പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് പറ്റും. അദ്ദേഹം വളരെ രസകരമായിട്ട് നമ്മളെ കൂടെ ചേർത്ത് നിർത്തി നമ്മുടെ ഒരു ബ്രദറിനെ പോലെ കൊണ്ട് നടന്ന് കൃത്യമായിട്ട് ഷോട്ടിന് മുമ്പ് പറഞ്ഞത് നമ്മളെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡയറക്ടറാണ്. എനിക്ക് ഏത് സമയത്തും കണക്ഷനിൽ ഇരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഓക്കെ, ഇപ്പം ബൈജു എന്ന കഥാപാത്രം അത് വളരെ നെഗറ്റീവായി പ്രേക്ഷകർക്ക് തോന്നുന്ന തരത്തിലുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു അതിക്രമം നേരിട്ട് ഒരു പെൺകുട്ടി പരാതി പറയുമ്പോൾ ആ പെൺകുട്ടിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വിക്ടിം ബ്ലെയിമിംഗ് ഒക്കെ നടത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. ആ രംഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ നടൻ എന്നുള്ള നിലയിൽ എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? എനിക്ക് സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് അത് ചെയ്യുമ്പോൾ. എനിക്ക് പലരും പറയുന്നത്, ഇപ്പം വരുന്ന ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നത്, ഈ ഷോ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആ ഒരു തിയേറ്ററിന്റെ പരിസരത്ത് പോയി നിൽക്കരുത്, കൃത്യമായിട്ട് നിങ്ങൾക്ക് അടി തരും, അതിലൊരു സംശയമില്ല. എസ്പെഷ്യലി സിനിമയുടെ എൻഡിൽ ഞങ്ങൾ അതൊക്കെ പ്രതീക്ഷിച്ചതാണെന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പൊ എന്തായാലും എനിക്ക് അത് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഇത്തരം കേസുകളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. പോലീസിലും ഈ ഒരു സ്ത്രീകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ എതിരെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിട്ടത് അനുഭവിച്ചിട്ടുള്ളതാണ്, അറിഞ്ഞിട്ടുള്ളതാണ്. അത് നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇത്തരം കേസുകൾ. പക്ഷെ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റിലൊന്നും ആരും ഒരിക്കലും ഇങ്ങനെ ഒരു കുട്ടിയോട് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ എന്തായാലും ഇടപെടില്ല കേട്ടോ. അത് ഞാൻ തന്നെ പറയുന്ന ഒരു ഉറപ്പാണ്. കേരള പോലീസ് അത്രയും മോശമായിട്ടുള്ള രീതിയിലേക്കൊന്നും ചെയ്യില്ല. അത് ഞാനിവിടെ ഉറപ്പ് വരുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോ എനിക്ക് ഭയങ്കര സങ്കടം. എനിക്കത് ഷോട്ട് കഴിഞ്ഞ് കാണുമ്പോ എനിക്കൊരു വിഷമം തോന്നി, എന്നാൽ ഇങ്ങനെയൊക്കെ പറയാമോ, കഷ്ടമല്ല, അത് എന്ത് കഷ്ടപ്പെടുകയാണ് ആ ഒരു ഫാമിലി, അച്ഛനോടും മോളോടും. അതുണ്ടായിരുന്നു. എനിക്കൊരു സഹതാപം എനിക്ക് തോന്നി, ഒരു വിഷമം തോന്നി, ഇങ്ങനെ ചെയ്യരുതല്ലോ. ഇപ്പൊ നമ്മളെ സാധാരണ സിനിമകളിലൊക്കെ ഇങ്ങനെ ഒരു ചൊറിയൻ സ്വഭാവമുള്ള പല ആളുകളെ നമ്മൾ കാണുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ സിനിമയുടെ ഒക്കെ ലാസ്റ്റ് എത്തുമ്പം ഇവർക്കൊക്കെ ഒരു സ്പിൻ ഓഫ് മൊമെന്റ് ഉണ്ടാവും. ഇപ്പം ഇവർ അതിൽ റിഗ്രറ്റ് ആവുന്നത്, ഇവർ നന്നാകുന്നതുമായിട്ടുള്ള സീനുകളൊക്കെ പലപ്പോഴും സിനിമകളിൽ കാണാറുണ്ട്. പക്ഷേ തുടക്കം കാണുമ്പോൾ അങ്ങനെ ഒന്നിലേക്ക് എത്തുന്നില്ല. അതങ്ങ് നിൽക്കുകയാണ്, ഒരു സ്ഥലത്ത് അതങ്ങ് നിൽക്കുകയാണ്. അത് സംവിധായകൻ മനഃപൂർവ്വം ചെയ്തതാണോ, അതെന്തായിരുന്നു? അല്ല, അത് സംവിധായകൻ ചെയ്തായിരിക്കില്ല. അതിന്റെ തൊട്ടടുത്ത ദിവസം ചെന്ന് മാപ്പ് പറയുന്നുണ്ടാവും. പക്ഷെ സിനിമ അവിടേക്ക് എത്തിയില്ല. അതിനു മുമ്പേ കാര്യങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കണം. അല്ലാതെ അവൻ വഴിയില്ല. കാര്യം അയാൾക്കൊരു ആ ലാസ്റ്റ് സീനിൽ കണ്ടാൽ മനസ്സിലാവും, ഒരു ജാള്യത തോന്നുന്നുണ്ട്. ഇതെല്ലാം കഴിയുമ്പോ ആ കുട്ടി നോക്കുമ്പോ അയാളെ തലകുനിഞ്ഞു പോകുന്നുണ്ട്. അവിടെ അങ്ങനെയല്ലേ സിനിമയിൽ അതേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു നിയമത്തെ കൂടി അല്ലെങ്കിൽ നിയമപാലകനെ കൂടി കയ്യേറ്റം ചെയ്യുന്ന ഒരാളായിട്ട് ഹീറോ മാറിക്കഴിഞ്ഞാൽ പിന്നെ അതും വേറൊരു തരത്തിലേക്ക് പോകും. അത് അവരോടുള്ള നമ്മുടെ സ്നേഹവും സിമ്പതിയും മാറാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പം ലാലേട്ടൻ്റെ 2 മക്കൾ പ്രണവ്, മോഹൻലാലും വിസ്മയും. ഇപ്പം രണ്ടുപേരും നമ്മളിപ്പം സാധാരണ പറയും താരങ്ങളുടെ മക്കളൊക്കെ നമ്മൾ വേറൊരു സാധാരണക്കാരായ മനുഷ്യർ അവരെയൊക്കെ വേറെ രീതിയിൽ കാണുകയും ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിലാണ്. പക്ഷേ പ്രണവ്, മോഹൻലാലും വിസ്മയും അങ്ങനെയല്ല. നമ്മളെക്കാളും ഡൗൺ ടു എർത്തായിട്ടൊക്കെ നടക്കുന്ന 2 ആളുകളാണ്. ഈ 2 പേർക്കൊപ്പവും ജിംചേട്ടൻ അഭിനയിച്ചു. അപ്പോൾ 2 പേരിലും എന്തൊക്കെ മാറ്റങ്ങളാണ് ഫീൽ ചെയ്തത്? ആ ഒരു അനുഭവം എന്തായിരുന്നു? 2 പേരിലും ചേട്ടനും അനിയത്തിയാണല്ലോ. അതെ അതെ, അല്ല മാറ്റം എന്നുള്ളതല്ല. ഇതിപ്പോ അന്ന് പ്രിവ്യൂവിന് അല്ലെങ്കിൽ ആദ്യത്തെ ഷോയ്ക്ക് വരുമ്പോ പ്രണവ് ആദ്യം ചോദിക്കുന്നത് സുഖമല്ലേ, ഇത്ര നാളെയല്ലേ കണ്ടിട്ട് എന്നാണ് ആദ്യം ചോദിക്കുന്നത്. മീൻസ് പുള്ളിക്കാരൻ ഇവിടെ ഇല്ല, പക്ഷെ ആ ഒരു സ്നേഹം ഉണ്ടല്ലോ. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒരുമിച്ച് ഞങ്ങൾ മാത്രമായിട്ട് ആഘോഷിച്ച കുറെ ദിവസങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഒരു സ്നേഹം ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്റ്റിലൊക്കെ ഉള്ളതാണ്. പക്ഷെ എന്നാലും കാണുക എന്നുള്ളത് വളരെ ചുരുക്കമായിട്ടുള്ള സംഭവമാണ് ഇവര്. അപ്പൊ ഇപ്പൊ വിസ്മയായാലും ഇതുപോലെ തന്നെയാണ്. ഈ ഭയങ്കര എല്ലാവരെയും അവര് കംഫർട്ട് ആകുന്നതിനോടൊപ്പം ബാക്കിയുള്ളവരെയും കംഫർട്ട് ആക്കുക എന്നുള്ളൊരു ഭയങ്കര ഒരു സംഭവം ഉണ്ട് അവർക്ക്. അതൊരു ഭയങ്കര ക്വാളിറ്റി അല്ലേ. അപ്പം വ്യത്യാസം ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു പ്രണവ് കുറച്ചുകൂടെ മലയാളത്തിൽ ഫ്ലുവന്റ് ആണെന്ന് തോന്നുന്നു. അത് മാത്രമേ ഉള്ളൊരു വ്യത്യാസം. അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ വിധത്തിലും രണ്ടുപേരും ഒരുപോലെയുള്ള 2 പിള്ളേരാ. ഓക്കെ, ഇപ്പം ലാലേട്ടനുമായിട്ട് വലിയ കോമ്പിനേഷൻ സീൻസ് സിനിമയിലില്ല. പക്ഷെ എങ്കിലും ലാലേട്ടൻ ഉണ്ടായിരുന്ന ആ സമയത്തൊക്കെ ജിംചേട്ടൻ ഉണ്ടായിരുന്നോ, സെറ്റിലുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും അത് ഉണ്ടായിരുന്നു. അപ്പോഴാണ് സാർ എന്നോട് പറയുന്നത് തന്നെ, ഞാന് DCയുടെ കണ്ടിരുന്ന കേട്ടോ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഇനിയും നമുക്ക് പരിപാടികളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ ഒരു കമന്റ്സ് ഒക്കെ പറഞ്ഞ് കുറെ സംസാരിക്കാനൊക്കെ പറ്റി അവിടെ വെച്ചിട്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര നല്ല മൊമെന്റ്സ് അല്ലേ. നമ്മളെപ്പോലുള്ളവർക്ക് ഇപ്പൊ തന്നെ പ്രീ റിലീസ് ഇവന്റിനും ഇതുപോലെ സ്റ്റേജിൽ കയറി ഞാനൊരു അറിയാണ്ട് വായുന്ന ഒരു ചാൻസ് ചോദിക്കലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങി അദ്ദേഹം പോകുമ്പോഴത്തേക്ക് മാറി നിന്ന് എന്നെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് നമുക്കൊരു ആഗ്രഹമുണ്ട് നടത്തി തരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പൊ അദ്ദേഹം നമ്മൾ പറഞ്ഞതിന് അത് എടുത്തത് ആ ഒരു ലെവലിലാണ്.
അല്ല ജിംജൻ, ഇതിലെ ഗ്രേറ്റ്നെസ് ഇപ്പം ആണ്. വിസ്മയയും അതേപോലെ തന്നെ ലാലേട്ടനും രണ്ടുപേരും ഒരുമിച്ചുള്ള കോമ്പിനേഷൻ ഉണ്ടല്ലോ. അപ്പൊ അത് അച്ഛനും മകളുമാണ്. നേരിട്ട് കാണുമ്പോഴത്തേനും എന്തായിരുന്നു ആ മൊമെന്റ് എന്തായിരുന്നു അത് കണ്ടപ്പോ? ഞാൻ പറയാം, അത് സിനിമയുടെ ആദ്യ ദിവസത്തിലെ വിസ്മയല്ല സിനിമയുടെ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോ പക്ക പ്രൊഫഷണലായി പക്ക നല്ല രീതിയിൽ തന്നെ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ എങ്ങനെ ഒരു റോൾ കൈകാര്യം ചെയ്യണമെന്ന്, അല്ലെങ്കിൽ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടറിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണമെന്ന് വളരെ കൃത്യമായിട്ട് പഠിച്ച ഒരാളായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലാൽ സാറിനൊക്കെ അഭിനയിച്ചു തുടങ്ങുന്ന സമയത്തേക്ക്, അല്ലെങ്കിൽ സാറിന്റെ സീനൊക്കെ എടുക്കുന്ന സമയത്ത് ഭയങ്കര കൂളായിട്ട് ഒരു അച്ഛൻ മകൾ ബന്ധം എന്നതിനപ്പുറത്തേക്ക് ഭയങ്കര പ്രൊഫഷണലിസമാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഏറ്റവും അടുത്ത ഒരാൾക്കാരോട്, അല്ലെങ്കിൽ ഞാൻ തന്നെ ഇപ്പൊ ഒരു സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള, എനിക്ക് ഏറ്റവും അറിയാവുന്ന ആൾക്കാരുടെ സിനിമ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു കംഫർട്ട് ഉണ്ടാവും. നമുക്ക് സ്വതന്ത്രമായിട്ട് സംസാരിക്കാനും അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനൊക്കെ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് എനിക്ക് തോന്നുന്നു അതിന്റെ ആ ഒരു ഫീല് വിസ്മയിക്കുണ്ടായിരുന്നു തോന്നുന്നു. അവര് തമ്മിൽ അങ്ങനെ അവിടെ ഒരു തികച്ച് രണ്ട് ആക്ടേഴ്സ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ഷോട്ട് കഴിയുമ്പോൾ അവര് അച്ഛനും മകളുമാണ്. ഓക്കെ, ഇപ്പൊ പ്രണവിനൊപ്പം DS സീരിയലിലെ മധുസൂദനൻ പോറ്റി, വിസ്മയുടെ തുടക്കത്തിലെ ബൈജു, പോലീസ് ഉദ്യോഗസ്ഥനായ ബൈജു. അപ്പം ഈ രണ്ട് കഥാപാത്രവും സ്വഭാവങ്ങൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഒരു നടൻ എന്നുള്ള നിലയിൽ കൂടുതൽ ചാലഞ്ചിങ് ആയത് ഏതായിരുന്നു? എനിക്കത് രണ്ട് തരത്തില് രണ്ട് പ്രിമൈസിൽ നടക്കുന്ന കഥയാണ്. അപ്പൊ എനിക്കത് അങ്ങനെ ചലഞ്ചിങ് എന്ന് പറയാൻ, ഏത് ക്യാരക്ടറും നമുക്ക് ചലഞ്ചിങ് തന്നെയാണ്. അത് എത്രത്തോളം നന്നാക്കാൻ പറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ രാം സദാശിവന്റെ രീതിയല്ല ജൂഡ് ആന്റണി സാറിന്റെ. അപ്പൊ രണ്ടുപേരും രണ്ട് തരത്തിലാണ് നമ്മളെ ഡീൽ ചെയ്യുന്നത്, രണ്ട് തരത്തിലുള്ള ക്യാരക്ടേഴ്സ്. അത് ഞാൻ ഒത്തിരി പോലീസ് സ്റ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഭയങ്കര വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടറായിരുന്നു ഈ ഒരു പോലീസുകാരൻ. പക്ഷെ ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു ക്യാരക്ടറായിരുന്നു DS സീരിയലേത്. അതും അപ്പൊ നോക്കുമ്പോ രണ്ട് തരത്തിൽ എനിക്ക് അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷത്തോടെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റിയ ക്യാരക്ടേഴ്സ് ആണ് എനിക്ക് തോന്നുന്നത്. അല്ല രണ്ടിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് രണ്ട് മക്കളുണ്ട്, ഇതിൽ ഏതിനോടാണ് എനിക്ക് താല്പര്യം കൂടുതലെന്ന് ചോദിക്കുന്ന പോലെ ആയിപ്പോവും. രണ്ടും എനിക്ക് ഒരുപോലെ തന്നെയാണ്. ഓക്കെ, ഇപ്പൊ ജോയുമായിട്ടുള്ളൊരു സീൻസ് ഒക്കെ എങ്ങനെയായിരുന്നു ജിം ചേട്ടാ? കാരണം ഇപ്പം ജോയിനെ സംബന്ധിച്ച് നമ്മൾ എമ്പുരാനിൽ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ എങ്കിലും ഒരു മുഴുനീളമായിട്ട് കാണുന്നത് ഈ സിനിമയിലാണ്. മാത്രമല്ല അസാധ്യമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു എങ്ങനെ ആയിരിക്കണം ഒരു വില്ലൻ, അത് തന്നെയായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു സീൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ജോക്കൂട്ടൻ അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര ഈ പറഞ്ഞതുപോലെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹവും ജനിച്ചു വളർന്നതൊക്കെ സിനിമയ്ക്കകത്താണ്. ആന്റണി ചേട്ടൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു പ്രൊഡ്യൂസർ ആൻഡ് ലാൽ സാറിന്റെ എല്ലാമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം സിനിമയ്ക്കകത്തേക്കാണ്. അപ്പൊ ഈ ജോക്കൂട്ടനും ഇതൊക്കെ കണ്ടു തന്നെയാണ് വളർന്നിട്ടുള്ളത്. ഗംഭീര പെർഫോമറാണ്, ഒരു രക്ഷയില്ല. ആള് പെട്ടെന്ന് തന്നെ അധികം 1-2 ടേക്കിൽ തന്നെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് പോകുന്ന, എനിക്ക് ഉറപ്പാണ് പുള്ളി ഒരു ഭാവിയുടെ ഒരു ആക്ടർ തന്നെയാണ്. ആള് ഭയങ്കര സിമ്പിളാണ്. ഒരു തരത്തിലുള്ള യാതൊരുവിധ ഒരു പ്രശ്നവും ഇല്ലാത്ത വളരെ സൗമ്യനായിട്ടുള്ള, എനിക്കിപ്പോ പെട്ടെന്ന് എനിക്ക് അർജുൻ ദാസിനെയൊക്കെയാണ് തോന്നുന്നത് തമിഴിലുള്ള. അതേ ഹൈറ്റ്, അതേ ലുക്ക്, അതേ സൗണ്ട്, മുഖത്തിനൊക്കെ അതെ ലുക്ക് പോലും ഭയങ്കര എനിക്ക് അങ്ങനെയാണ് പലപ്പോഴും ഫീൽ ചെയ്യുന്നത്. ഞാൻ പറയുകയും ചെയ്തു, ഇവൻ മറ്റൊരു അർജുൻ ദാസ് ആയിട്ട് ഇവിടെ വരാൻ സാധ്യതയുള്ള ഭയങ്കര ചാൻസ് കൂടുതലാന്ന് പറഞ്ഞിട്ട് ഞാനത് അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര നല്ല ചെക്കനാണത്. ഇവർ രണ്ടുപേരും ഇപ്പം ഈ വിസ്മയ ആണെങ്കിലും അതേപോലെ ജോയ് ആണെങ്കിലും ഇവരൊക്കെ ഒന്നിച്ച് വളർന്നു വന്ന ആളുകളായിരിക്കും. അപ്പം അത് ഇതിൽ വരുമ്പോഴത്തേക്ക് രണ്ടുപേരും മുഖാമുഖം എത്തുകയും ചെയ്യും. ഇവരുടെ ഒരു കോംബോ എങ്ങനെയായിരുന്നു? സെറ്റിനുള്ളിൽ ഇവർ രണ്ടുപേരും എങ്ങനെയായിരുന്നു? സീന് കഴിയുമ്പോഴത്തേക്കും ഫ്രണ്ട്സും, സീനിൽ വരുമ്പോഴത്തേക്കും ശത്രുക്കളും, അങ്ങനെയൊക്കെ ആയിരുന്നോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അത് നമ്മള് ഈ കുട്ടിക്കാനമൊക്കെ ആയിരുന്നു ഏറ്റവും നമുക്ക് ഷൂട്ട് കൂടുതലുണ്ടായിരുന്നു. വാഗമണ്ണം കുട്ടിക്കാനമൊക്കെ ആയിരുന്നു. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ മിക്ക ദിവസവും ഈ നൈറ്റ് ഷോട്ടുകളൊക്കെയാ കൂടുതലുണ്ടായിരുന്നത്. അപ്പോ ഈ സമയത്ത് ഈ പറഞ്ഞ പോലെ തണുപ്പ് കാഞ്ഞ് നമ്മളിങ്ങനെ ഈ തീ കാഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ ഈ കാര്യങ്ങളെല്ലാം പറയും. നമ്മള് ശത്രുത കഴിഞ്ഞ് നേരെ വന്നിട്ട് ഈ ഒരേപോലെ തണുപ്പടിച്ച് ഇവിടെ വന്നിരുന്ന അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറയുകയും ഭയങ്കര രസകരമായിട്ടൊരു പരിപാടിയായിരുന്നു. ഇവർ രണ്ടുപേരും ഇപ്പൊ ഞാനും പറയുകയാണെന്നെങ്കിലും അല്പം നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം ചങ്സ് ആണ്. ഭയങ്കര രസകരമായിട്ട് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സെറ്റ് ആയിരുന്നു അത്. ജൂഡ് സാർ അതില് മിക്കവാറും ജോയിൻ ചെയ്യും. ജിം ചേട്ടാ, പിന്നെ ഞാനും ഇന്നലെ സിനിമ കണ്ടത്, പക്ഷെ ആ സമയത്തും സിനിമ ഫുള്ളായിരുന്നു, ഹൗസ്ഫുൾ ആയിരുന്നു. ഈ സിനിമ ഇപ്പോഴും ബുക്ക് മൈ ഷോയിലൊന്നും ടിക്കറ്റ് ഒന്നും ഇല്ല. അപ്പം നന്നായിട്ട് തന്നെ തുടക്കം പൊക്കോണ്ടിരിക്കണം, അങ്ങനെ തന്നെ പോവട്ടെ. ഇനിയിപ്പം വരുന്ന സിനിമകളൊക്കെ ഏതൊക്കെയാണ്? ഇനി ഞാനിപ്പം അടുത്ത ജോയിൻ ചെയ്യുന്നത് മായൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ
ജയസൂര്യ അദ്ദേഹത്തിന്റെ സിനിമയാണ്. നമ്മുടെ കളങ്കാവലിന്റെ ഡയറക്ടർ ജിതിൻ കെ ജോസ് ഡയറക്ട് ചെയ്യുന്ന പടമാണ്. ഇപ്പൊ ഓർഡിനറിക്കും അനാർക്കലിക്കും ശേഷം രാജീവ് ഗോവിന്ദൻ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. അപ്പൊ കഴിഞ്ഞ 2 ഹിറ്റുകൾക്ക് ശേഷം രാജീവേട്ടൻ അടുത്തൊരു ഹിറ്റിന് വേണ്ടി റെഡി ആവുകയാണ്. അപ്പൊ ഈ ഓൾറെഡി റഷ്യയിൽ അത് ഷൂട്ട് തുടങ്ങി, ഒരാഴ്ചത്തെ ഷൂട്ട് കഴിഞ്ഞായിരുന്നു. ഇനി ഞങ്ങൾ 15-ാം തീയതി മുതൽ വീണ്ടും അങ്ങോട്ടേക്ക് ചേക്കേറുകയാണ്, മായനിലേക്ക് വീണ്ടും കേരള ഷെഡ്യൂൾ തുടങ്ങുകയാണ്. അതിനാണ് പുതിയ വിശേഷം. അതിൽ നല്ലൊരു ക്യാരക്ടറുണ്ട്, നൈല ഉഷ, അങ്ങനെ കുറേ വലിയ ആർട്ടിസ്റ്റുകളുള്ള ഒരു പടത്തിൽ ഞാനൊരു നല്ലൊരു വേഷം ചെയ്യണം. അതാണ് ഏറ്റവും പുതിയ വിശേഷം. പിന്നെ അണലി എന്ന് പറഞ്ഞിട്ടൊരു വെബ് സീരീസ് വരുന്നുണ്ട്. അപ്പൊ അതും വെയിറ്റിംഗിലാണ്. അതിലും നല്ലൊരു മെയിൻ ലീഡൊന്നും ഞാനാണ് ചെയ്തത്. മിഥുൻ മാനുവൽ തോമസിന്റെ അണലി എന്ന് പറഞ്ഞൊരു സീരീസ് വരുന്നുണ്ട്. ഓണം എത്താറായി, അടുത്ത ആഴ്ചയോട് കൂടി ഓണമാണ്. അപ്പം ഓണക്കാലം എങ്ങനെ, കുടുംബത്തോടൊപ്പം കൂട്ടുകാർക്കൊപ്പം നാട്ടിലാണോ അതോ വല്ല ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ട്രിപ്പല്ല, മായനിലായിരിക്കും. മായനിലാണ് ഇപ്പോഴത്തെ ഡേറ്റ് അനുസരിച്ചിട്ട് ഓണം മായന്റെ ലൊക്കേഷനിലായിരിക്കും. എനിക്ക് തോന്നുന്നു 1-2 ദിവസം നാട്ടിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. ജീവൻചേട്ടൻ ഓരോ കാര്യം കൂടി ഞാൻ ഇപ്പൊ ഫ്രീ ആക്കി. ഇപ്പൊ പ്രണവിന്റെ സിനിമയിൽ പോറ്റി, വിസ്മയുടെ സിനിമയിൽ ബൈജു, ഇനി ലാലേട്ടന്റെ സിനിമയിൽ എന്ന് കാണാൻ പറ്റും? അതിനുവേണ്ടി എത്ര ദൂരമുണ്ട്? ഈ വർഷം തന്നെ സംഭവിച്ചേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിയില്ല കേട്ടോ, അത് കൃത്യമായിട്ട് എനിക്കറിയില്ല. എന്നാലും ചിലയിടങ്ങളിൽ നമ്മുടെ പേരുകളൊക്കെ പരാമർശിച്ച് പോകുന്നുണ്ട് അദ്ദേഹത്തിന്റെ സിനിമയിൽ എന്നാണ് എന്നോട് 1-2 ആൾക്കാർ പറഞ്ഞത്. അത് ഈ വർഷം നടക്കുമോ അത് അടുത്ത വർഷത്തേക്കാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഉറപ്പാണ് അദ്ദേഹത്തിന്റെ അടുത്തും എനിക്ക് ചെയ്യാൻ പറ്റും. സാറ് പറഞ്ഞ പോലെ നമുക്കൊരു ആഗ്രഹമുണ്ടേ, സാധിച്ചു തരണേ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്നുള്ള അത് ആഗ്രഹ സബലീകരണത്തിനുള്ള എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് തന്നെയാണ്. ഓക്കെ, ഒരു കടന്ന ചോദ്യം കൂടെ ചോദിക്കാം. ഇപ്പം മകനൊപ്പവും മകൾക്കൊപ്പവും അഭിനയിച്ചു, അച്ഛനൊപ്പം ഉടനെ അഭിനയിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഇവർ 3 പേരും കൂടെ ചേർന്ന ഒരു സിനിമ അത് ഉടനെങ്ങാനും ഉണ്ടാകുമോ? അങ്ങനെ ഒരു സിനിമ ഉണ്ടായാലും അതിൽ അഭിനയിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ ജീവൻ ചേട്ടൻ പോലീസ് ആയിരിക്കും. അല്ല, അങ്ങനെ ഒരു സിനിമ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് ആരുടെ കാല് പിടിച്ചിട്ടായാലും ഒരു സിനിമയെങ്കിലും കയറി അഭിനയിക്കുന്നവരോടൊപ്പം, അത് ഉറപ്പാ. അത് എന്തെങ്കിലും ചെയ്തിട്ടായാലും ശരി, ഞാൻ അതിൽ കയറി അഭിനയിച്ചിരിക്കും. നടക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ എന്ന് വിചാരിക്കാം. അത് നല്ലൊരു പ്രോജക്റ്റ് ആയിട്ട് അങ്ങനെ വരട്ടെ, അതിനുള്ള സാധ്യത ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ പറ്റിയാൽ ഈ പറഞ്ഞതുപോലെ അതിനകത്തേക്ക് ഒരു ക്യാരക്ടറും സെറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതെ, ഓക്കെ, അങ്ങനെ നടക്കട്ടെ ജിം ചേട്ടാ. അപ്പം എല്ലാവിധ ആശംസകൾ ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിനും. തുടക്കം അതിഗംഭീരമായിട്ട് പൊക്കോണ്ടിരിക്കുന്നു. ഇനി വരുന്ന സിനിമകളും ഗംഭീരമാകട്ടെ, ഈ വർഷം അടിപൊളിയാവട്ടെ. ഇന്നൊരു നല്ല ദിവസം കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു. ഓക്കെ.